വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ സുപ്രധാനമായി പറഞ്ഞ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. സൂറത്ത് നൂഹിൽ കാണാം. അന്ന് മഴയില്ലാതെ വരൾച്ചുകൊണ്ട് അതികഠിന ചൂടിൽ ആളുകൾ കഷ്ടപ്പെട്ടപ്പോൾ നൂഹ് അലൈഹിസ്സലാം അവരോട് മഴയ്ക്ക് വേണ്ടി കിട്ടാനുള്ള വഴിയായി പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ സുപ്രധാനമായി വിളിച്ചു പറഞ്ഞതാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടുക. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടലും ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടലൊക്കെ അതിൽ പെടുമല്ലോ. അള്ളാഹുവിലേക്ക് പാപമോചനം തേടി അടുക്കുക. എന്നാൽ സംഭവിക്കുന്ന അത്ഭുതം യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് യഥേഷ്ടം പേമാരി തന്ന് അള്ളാഹു നിങ്ങളുടെ ഇപ്പോഴത്തെ കുടിവെള്ളം ബുദ്ധിമുട്ടുന്ന അവസ്ഥയെ അള്ളാഹു നീക്കിത്തരും. വെള്ളത്തിന്റെ ക്ഷാമം അള്ളാഹു നീക്കിത്തരും. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യണം. സമുദായത്തിൽ ഉമ്മത്തിൽ എത്ര വലിയ ആളുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, തമ്മാടികൾ വർദ്ധിച്ചാൽ അള്ളാഹു തആല മഴ ബ്ലോക്ക് ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് മഴ കിട്ടാതെ ആളുകൾ വലഞ്ഞു, വരൾച്ച കൊണ്ട് കഷ്ടപ്പെട്ടു. കഷ്ടപ്പാട് കൂടി മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. അപ്പൊ പിന്നെ മഴക്കുള്ള വഴിയായുള്ളത് മഴക്ക് വേണ്ടിയുള്ള ദുആ നിസ്കാരമൊക്കെ ആണല്ലോ. അതിനുവേണ്ടി എല്ലാവരും വിശാലമായ വയലത്തേക്ക് ഇറങ്ങി. 70,000 ആളുകൾ ഉണ്ടായിരുന്നു. 70,000 ആളുകൾ. നേതൃത്വം ഏതെങ്കിലും സംഘടനാ നേതാവല്ല, ഉലുൽ അസ്മിൽ പ്രധാനപ്പെട്ട പടച്ചവനോട് സംസാരിച്ച കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. താറാ ദ്വാരുന്നിട്ടും മഴയില്ല. കാരണം മഴ എന്ന് പറഞ്ഞാൽ അപ്പ തോരുന്ന അപ്പ കിട്ടേണ്ടാണ്. പിന്നെ ഒരുപാട് മാസം കഴിഞ്ഞ് കിട്ടിയ ഇതിനുള്ള ഉപകാരം അത്ര തന്നെ ആവൂലല്ലോ. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാണാം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗൈസൻ നാഫിയൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ എന്ന് കാണാം. പടച്ചവന് ഉപകാരപ്രദമായ മഴ തരണം. അത് നീണ്ടകാലം പെട്ടെന്ന് തരണം. കാരണം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയല്ല, അപ്പൊ കിട്ടണമല്ലോ. എത്ര ദുആ ചെയ്തിട്ടും മഴ ചെയ്യണില്ല. അവസാനം അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് മഴ ഞാൻ തരാം, പക്ഷെ ആമി എടുക്കണ കൂട്ടത്തിൽ ഒരു ഹംക്ക് ഉണ്ട്, ഓനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ മിക്കവാറും ഹംക്ക് ആരെന്നെ ആയിരിക്കും. ഇവിടെ മിക്കവാറും ഹംക്ക് ആരെന്നെ ആയിരിക്കും. ഇരിക്കണ ഞാൻ തന്നെ ആയിരിക്കും. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞാണ്, ആ ആമി എടുക്കണ കൂട്ടത്തിൽ ഒരു ഹംക്കുണ്ടോ അവനെ പുറത്താക്കണം, എന്നാ മഴ തരാ. അടച്ചാ പോരാനെ. അപ്പൊ സദസ്സ് വലിയതായിട്ടും ദ്വാരക്കണ ആള് മഹാനായിട്ടും കാര്യമില്ല. സദസ്സിൽ ഏതെങ്കിലും ആൾക്കാർ തല തിരിഞ്ഞ പലിശക്കാരെ മറ്റുണ്ടെങ്കിൽ ദ്വാക്കുത്തരം ഉണ്ടാവില്ല. അയാളെ കുഴപ്പം അല്ലാഹു തആല പറഞ്ഞ എന്താ അറിയോ? അസല്ലാഹ 40 സനാന്ന, 40 കൊല്ലം അയാൾ തമ്മാടിത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പേദാലി സദസ്സിൽ ഉണ്ടാവില്ല. 40 കൊല്ലം തമ്മാടിത്തരം. എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും അബദ്ധത്തിൽ വരിക എന്നുള്ളതല്ല, 40 കൊല്ലം തമ്മാടിത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മഴ വരാത്തത്. ഓനൊന്നും അങ്ങോട്ട് പുറത്താക്കിയ മഴ വരാ. പക്ഷെ അത് ആരാന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തില്ല. അതാണ് അത് ഇന്ന ആളാന്ന് പറഞ്ഞു കൊടുത്തില്ല. കാരണം അത് സദസ്സിലിട്ടുള്ള ആ വഷളാക്കലല്ലേ, അള്ളാഹ് ചെയ്യില്ലല്ലോ. ഇന്ന സ്ഥലത്ത് ഇരിക്കണം, ഇന്ന പേരുള്ള ആളാന്ന് അള്ളാഹ്ക്ക് പറയാൻ അറിയാലോ. പക്ഷെ അത് പറഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സദസ്സിലിട്ട് പേരൊക്കെ പറഞ്ഞിട്ട് ആളിട്ട് വഷളാക്കാൻ പാടില്ല. മൂസാ നബിക്കാണെങ്കിൽ ഈ ആളെ കൊണ്ട് കിട്ടാക്കിട്ട് അടങ്ങാറായിക്കാണ്. കാരണം മൂസാ നബി കുറച്ച് അറ്റടിക്ക് മാറ്റാണ് ഉണ്ടെന്ന അറ്റടിക്ക് മാറ്റാണ്. അപ്പൊ ആ കുറച്ച് ആരോഗ്യം കുറച്ചൊരു എടുത്തിയാട്ടെന്ന് പറയാൻ പറ്റൂല, എന്നാലും നേരിടാൻ പറ്റുന്ന ആളാണ്. അതേ സ്വഭാവം നമ്മൾ ഖത്താബ്. അമ്പിയാക്കളിൽ ഓരോരുത്തരുടെ സ്വഭാവമാണ് സഹാബാക്കൾക്കുള്ളത്. ഇബ്രാഹിം നബിന്റെ സ്വഭാവമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖത്താബ് മൂസാ നബിന്റെ സ്വഭാവക്കാരനാണ്.
അപ്പോ മൂസാ നബിക്ക് ആളെ കിട്ടയച്ച് ഇടങ്ങറായി, ഏതാണ് ഇങ്ങനത്തെ നമുക്ക് ഇവിടെ ഒന്ന് കൂടിക്കണേ. അപ്പൊ അള്ളഹാനോട് പറഞ്ഞ പഠിച്ചോനെ ആളൊന്ന് കാണിച്ചു തരുമെന്ന്. ആ പരിപാടി ഇല്ല, ആളെ പറഞ്ഞില്ല, ആ സാസിലുണ്ട്, നിങ്ങളാണ് പുറത്താക്കിയാൽ മതി. മൂസാ നബി അങ്ങനെ അലറാൻ തുടങ്ങി. യാമൻ അസല്ല 40 സന, 40 കൊല്ലം അള്ളാഹ്ക്ക് തെമ്മാടിത്തരം ജീവിച്ച മൂദേവി ഇറങ്ങിപ്പോടുന്നു. ഇതങ്ങോട്ട് അലറിയപ്പോൾ ആൾക്കാർക്കൊക്കെ കണ്ട് പേടിയായി. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ആരാ പതിന്ന് ഇറങ്ങിപ്പോണ. നോക്കണ കൂട്ടത്തിൽ ഫുലാനും നോക്കുന്നുണ്ട്. ആര്? മൂസാ നബി അല്ല. മൂസാ നബിനെ ഞാൻ ഫുലാനൊന്നും വിളിക്കൂലല്ലോ. സത്യത്തിൽ ഈ ആളും നോക്കുന്നുണ്ട്, ഇറങ്ങിപ്പോവേണ്ട ആളും നോക്കുന്നുണ്ട്. തമ്മാടിത്തരം ചെയ്താൽ 40 കൊല്ലത്തെ തമ്മാടി അയാളും നോക്കണ്ട ആരപ്പ ഇറങ്ങിപ്പോണെന്ന്. സത്യത്തിൽ ഇറങ്ങിപ്പോണ്ട ഇയാൾ തന്നെയാണ്. പക്ഷെ ആള് നോക്കണം, അയാൾക്കൊരു എന്നെക്കാളും വലിയ ഏതെങ്കിലും ആളുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയാൽ ക്യാപ്പിൽ എനിക്ക് ഇരിക്കാമല്ലോ എന്നുള്ളതാണ് അയാൾ നോക്കണതിന്റെ അർത്ഥം. പക്ഷെ ആരും പോണില്ല. മൂസാ നബി ഇങ്ങനെ പറയണ്ട, മര്യാദക്ക് ഇറങ്ങിപ്പോണ്ടോ, ഞാൻ ഇറക്കണോ, ഞാൻ എന്നെ വരണോ? അപ്പൊ അയാൾക്ക് പേടിയായി. ഇനിയുള്ളതാണ് ഈ സംഭവം ഞങ്ങളെ കേൾപ്പിക്കാൻ ഇതിൽ ഞാൻ സന്ദേശമായി ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളതാണ്, കേട്ടോളിട്ടോ. അപ്പൊ ഇയാൾക്ക് പേടിയായി. ഇയാളാകെ ബേജാറിലും എത്തപ്പാടില്ലായി. ഇയാളിങ്ങനെ ചിന്തിച്ചു, ഞാൻ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് മൂസാ നബിക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നീ ഇന്നതാണ്, ഞാന് ഇന്ന സ്ഥലത്ത് ഇരിക്കണം, ഇന്ന പേരുള്ള ആളാണെന്നും കൂടി പറഞ്ഞാൽ എന്റെ കാര്യം ആകെ കുടുങ്ങിയല്ലോ എന്നുള്ള ബേജാറാണ് കണ്ട് കയറിയത്. പടച്ചോനെ പേടിച്ചല്ല, ആ സദസ്സിൽ വഷളാവോ എന്നുള്ള ബേജാറാണ്ട് കയറി. അതിലാളെന്ത് ചെയ്ത്, തോളിലൊരു ഷാളുണ്ടായിരുന്നു, അതിങ്ങനെ നേരെ മൂത്ത് കണ്ടിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ അറിയാതെ ഒരു കരച്ചിലാണ്. അപ്പേ നീ ഞാൻ ചെയ്യൂല അല്ലാ, ഇന്ന് ഈ സാഹസിൽ വെച്ച് വഷളാക്കല്ല റബ്ബേന്ന്. അതെങ്ങാനും ഇയാളാണെന്ന് ബനോ ഇസ്രായേൽക്കാരെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഇതുവരെ മഴ കിട്ടാതിരിക്കാനുള്ള കാരണം ഇതാണ് ഹംക്കെന്നും പറഞ്ഞാണ്ട് കേറൂല, കയ്യും കയറ്റി കണ്ട് കുപ്പിയിൽ അച്ചാറായിട്ട് മാറൂല അയാള്. അയാൾക്ക് ആ ബേജാറും വഷളാകുന്ന ബേജാറെല്ലാം കൂടി ഉണ്ട്. അയാൾ അങ്ങോട്ട് പറഞ്ഞു, പടച്ചോനെ ഞാൻ ചെയ്യൂല റബ്ബേ, ഈ ബനൂ ഇസ്രായേൽ അടിച്ചു വഷളാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണിന്ന് വെള്ളം കണ്ട് പൊടിഞ്ഞപ്പോ മഴാണ്ട് പെയ്തു. മഴ പെയ്തപ്പോ മൂസാ നബിക്ക് അത്ഭുതമായി. മഴ പെയ്തതിൽ സന്തോഷമുണ്ടെങ്കിലും പടച്ചോൻ പറഞ്ഞു, ഇങ്ങനെ ഒരാള് സാഹസിലുണ്ടോ, അവനെ പുറത്താക്കിയാലും മഴ വരുള്ളൂന്ന്. ഇവിടെ ആരും പുറത്തു പോയിട്ടില്ല, മഴ കിട്ടി ചെയ്യും, സമൃദ്ധമായ മഴയായി. ആ മൂസാ നബി അള്ളഹാനോട് ചോദിച്ചു, പടച്ചോനെ മഴ കിട്ടിയതിൽ സന്തോഷമാണ്, പക്ഷെ ഈ പറഞ്ഞല്ലോ ഒരാളെ പുറത്താക്കിയാലേ തരുന്നു, ഇവിടുന്ന് ഇപ്പൊ ആരും പുറത്തു പോയിട്ടില്ല, എന്നിട്ടും മഴ കിട്ടി, ഇതെന്താ അത്ഭുതം എന്ന് ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞ മറുപടി ഉണ്ട്. നേരത്തെ നിങ്ങൾക്ക് മഴ തടഞ്ഞത് ഏതൊരാളെ കാരണത്താലാണോ, ഇപ്പൊ മഴ കിട്ടിയത് ഈ ബറക്കത്തി ദാലിക റജുലി, ആ മനുഷ്യന്റെ ബറക്കത്തോണ്ടാണ് എന്ന്. പഠിച്ചാണ് എത്ര എളുപ്പം സംഗതി മാറി മറിഞ്ഞു. ഇതാണ് അള്ളാഹ്. അള്ളാഹിന്റെ പിണക്കം തീർന്നു, ദേഷ്യം തീർന്നു. മാത്രല്ല ഈ മനുഷ്യനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് ഒറ്റ കണ്ണീരോണ്ടപ്പ ഈ വരണേ. ഈ സദസ്സിന് ഈ മനുഷ്യനെ പടച്ചോ ഓന്റെ സ്വന്തക്കാരനാക്കി. എന്തുകൊണ്ട്? അത്താഇബു ഹബീബുല്ലാഹ് മുഹമ്മദ് മുസ്തഫ. തൗബ അങ്ങോട്ടായാൽ ഏത് വലിയ ചവറും തമ്മാടിയും പടച്ചോന്റെ സ്വന്തം ആളായിട്ട് മാറുക. പിന്നെ ഓനെ ഉപദേശിച്ച ആൾക്കാർ പുറത്താവും ഉണ്ടായാലും. അപ്പൊ അള്ളാന്റെ വാതിൽ തുറന്നെടുക്കുകയാണ്, മഴന്റെ വാതിലും മറ്റുള്ള വാതിലുകളൊക്കെ തുറന്നെടുക്കുകയാണ്. പക്ഷെ നമ്മൾ അതിര് വിട്ട അതൊന്നും ഞെക്കും. ഒരു സംശയം വേണ്ട, കുറച്ചൊക്കെ ഇങ്ങനെ പിന്നെ അതിര് വിട്ട തോന്നിയ ഉണ്ടല്ലോ, അത് തുടങ്ങിയാൽ പടച്ചോന്ന് പിടിച്ചു ഞെക്കും. അത് ചിലപ്പം മഴ തടഞ്ഞിട്ടായിരിക്കും, ചിലപ്പം ക്യാൻസർ ഇറക്കിയിട്ടായിരിക്കും, ചിലപ്പം ശത്രുക്കളെ കൂട്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സ്വസ്ഥത ഇല്ലാതാണ്ടാക്കും അതിര് വിട്ടാൽ. അപ്പൊ അതിന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മനസ്സറിഞ്ഞിട്ട് കരയാന്നുള്ളതാണ്. അള്ളാഹു തആല നമുക്ക് സമൃദ്ധമായ മഴ പ്രദാനം ചെയ്യട്ടെ. സൂറത്ത് റഹ്മാൻ നാളെ നമുക്ക് പറയാം. ഇന്നിങ്ങനെ ഒരു മഴ കണ്ടപ്പോ എനിക്ക് അങ്ങനെയല്ലോ, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽന. ഇതിന്റെ ബാക്കി ജുമാക്ക് പറയും. ജുമാക്ക് ഇന്നലെ ഞാനിങ്ങനെ പോകുമ്പോ ഞാൻ സൈദലി വെച്ചും കൂടി വിഷയം കൊടുത്ത അതാണ്. എന്താ സൈദലി വെച്ച് വിഷയം? ഓർമ്മ ചൂടിനെ കുറിച്ച് തന്നെയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് മഴയും ചൂടൊക്കെ തന്നെ. അങ്ങനെ വേണ്ട ബുദ്ധിമുട്ടാണ്ട, ബുദ്ധി ഞാൻ വെറുതെ ചോദിച്ചാൽ. അപ്പൊ ഏതായാലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. എല്ലാത്തിനും പരിഹാരം പടച്ചവനോട് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്ക. നമ്മളും തമ്മിലുള്ള അള്ളയും തമ്മിലുള്ള പിണക്കം തീർക്കുക എന്നുള്ളതാണ്.
നമ്മളും റബ്ബും പിണങ്ങിയിട്ട് ഞാരോട് ലോക്യം കൂടിയിട്ടും കാര്യമില്ല. റബ്ബ് അങ്ങോട്ട് പിണങ്ങിയാൽ ഇനി നമുക്ക് വലിയ വലിയ ആളുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹു തആല പിണങ്ങി. അങ്ങനെ റബ്ബിനെ പിണക്കരുത്. അള്ളാഹു നമുക്ക് റബ്ബിന്റെ സ്വന്തം ആളുകളാവാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സമൃദ്ധമായ മഴ തരണേ അല്ലാ. അതികഠിന വേനൽ ചൂട് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. കന്നുകാലികൾ ചത്തുപോവുകയാണ്, മനുഷ്യക്കുട്ടികൾ മരിച്ചു വീഴുകയാണ്, എത്രയോ കുടുംബം പട്ടിണിയിലാണ്, വെള്ളമില്ലാതെ പണക്കാർ പോലും കിലോമീറ്റർ കുടമെടുത്ത് ഓടുകയാണ്. അള്ളാഹുവേ, ഇനി ഞങ്ങൾ ഇനി കാഠിന്യമുള്ള ചൂട് കൊണ്ട് വെള്ളം തരാതെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. സമൃദ്ധമായ പേമാരി കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. എന്നാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹു ഹൃദയങ്ങൾ തുറന്നു തരണേ അല്ലാ. തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് മാരിഫത്ത് നൽകണേ അല്ലാ, മഹബത്ത് നൽകണേ അല്ലാ, ഇഹ്സാന് നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, തുമനീനത്ത് നൽകണേ അല്ലാ, പൊളിയാത്ത യഖീന് നൽകണേ അല്ലാ, മധുരമുള്ള ഈമാൻ നൽകണേ അല്ലാ, നിന്നിലേക്ക് അടുക്കാനുള്ള വിവരം നൽകണേ അല്ലാ, അത് അമലിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ ഞങ്ങൾ ആർക്കും ഭാരമാക്കല്ലേ അല്ലാ. ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ലാ. ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ലാ. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ ഇന്ത്യയെ വർഗീയവാദികളുടെ നികൃഷ്ട കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മഹല്ലുകളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ നന്നാക്കണേ അല്ലാ. പരിസരങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെയും തലമുറയെയും നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, ഹൃദയങ്ങളിൽ നിന്റെ നന്മയുള്ള ചിന്തകളും നിന്നെ ഓർത്തു സമാധാനിക്കുകയും കഷ്ടപ്പാടുള്ള സമയത്ത് നിന്നിലേക്ക് മനസ്സോർന്ന് സങ്കടപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ, രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ഈമാനെ തെറ്റുന്ന ഏറ്റവും വലിയ ഹലാക്കിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എൻ്റെ പ്രിയങ്കരനായ ഒരു കൂട്ടുകാരനുണ്ട്. ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ പല നാടുകളിലുമുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ 27-ാം രാവിനും കൃത്യമായി വണ്ടി വിളിച്ചു വരുന്ന കൂട്ടുകാരുമായി വരുന്ന ചാവക്കാട്ടുകാരൻ ഷഫീഖിന്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എനിക്കൊരു വോയിസ് അയച്ചു പോവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ മഹദിയുടെ ഖബറിനെ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരന് കരുത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ സന്തോഷമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇവിടെ നേരത്തെ സേവനം ചെയ്തിരുന്ന ഉസ്താദുമാര്, പ്രത്യേകിച്ച് മരക്കാർ വെച്ച ഉസ്താദ് അടക്കം ഇവിടുത്തെ ഖാദിയായിരുന്നല്ലോ, ഖബറിനെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഉലമായിനെയും ഉമറായിനെയും നീ ഒന്നിപ്പിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരേ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചിന്ന ഭിന്നമായി കിടക്കുന്ന അവസ്ഥകളും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഉലമായിനെ ഉമറായിനെ രണ്ടാക്കല്ല അല്ലാ. ഉലമാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പൊന്നെ തീർത്തു തരണേ അല്ലാ. രോഗികളായ സകല ഉലമായിനും ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. അള്ളാഹുവെ, കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാർക്ക് ഖൈർ നൽകണേ അല്ലാ. കടലിൽ പണിയെടുക്കുന്നവർക്ക് മത്സ്യസമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. ക്ലേശങ്ങൾ നീക്കണേ അല്ലാ. പ്രയാസങ്ങൾ പോക്കണേ അല്ലാ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. السلام عليكم.